നമസ്കാരം. 2025 മെയ് 14 ദേവഗുരുവായ ബൃഹസ്പതിയുടെ, അതായത് ശുഭ്രഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശി സംക്രമണം നടക്കുകയാണ്. വലിയതും ശുഭകരമായതും ശുക്രരാശിയിലുള്ളതുമായ വ്യാഴത്തിൻ്റെ ഈ മഹാമാറ്റം, മഹാസംക്രമണം 12 കൂറുകാർക്കും ഉൾപ്പെട്ടിട്ടുള്ള ജന്മനക്ഷത്രങ്ങൾക്കും വളരെ വ്യത്യസ്തമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. വ്യാഴത്തിൻ്റെ ഈ സംക്രമണം അഥവാ മാറ്റം വിവിധ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 ആണ് വ്യാഴം അഥവാ ബൃഹസ്പതി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഈ വ്യാഴ സംക്രമണം മൂലം വിവിധ രാശികളിലും ആ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ വരുന്നുണ്ട്. 2025 വ്യാഴം 3 തവണ രാശി മാറുന്നതായി കാണാം. അതായത് മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 നിലവിലുള്ള എടവം രാശി മാറി മെയ് 15 പുലർച്ചെ 2:30 ഇടവരാശിയിൽ നിന്നും ബുധൻ്റെ ഉടമസ്ഥതയിലുള്ള മിഥുന രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ശേഷം 2025 ഒക്ടോബർ 18 രാത്രി 9:30 വ്യാഴം മിഥുനം രാശി വിട്ട് ചന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ള കർക്കടകത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 4 രാത്രി 8:39 വ്യാഴം വീണ്ടും മിഥുന രാശിയിലേക്ക് തന്നെ വക്രഗതിയിലേക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുന്നതായാണ് ജ്യോതിഷ സങ്കല്പം. വ്യാഴം മഹാമാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് മനുഷ്യജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അനുഭവയോഗ്യമാവുന്നു. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമാണ്. അറിവ്, വിദ്യാഭ്യാസം, സമ്പത്ത്, സന്താനങ്ങൾ, നിയമം, ഗുരു, ആത്മീയത, മതം, തത്വചിന്ത, സാഹിത്യം, കാര്യങ്ങളുടെ വികാസം തുടങ്ങിയ എല്ലാ ശുഭകാര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ വ്യാഴം ഭർത്താവിനെ പ്രതിനിധീകരിക്കുന്നു. ഇവയെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ അധീനതയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യാഴത്തെ ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമായ ഗ്രഹമായാണ് ജ്യോതിശാസ്ത്രത്തിൽ കണക്കാക്കുന്നത്. പലപ്പോഴും എല്ലാ രാശിക്കാരിലും വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വ്യാഴം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം എത്രത്തോളം ഗുണപരമായ നേട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ശത്രുവായ ബുധരാശിയിൽ വരുന്നത് പോലെ മിഥുന രാശിയിലും വ്യാഴത്തിൻ്റെ അന്തസ്സ് അല്പം നഷ്ടപ്പെടുന്നതായി കാണാം. എന്നാൽ വ്യാഴവും ബുധനും ശുഭഗ്രഹമായി തുടരുന്നതിനാൽ ഈ സംക്രമണം നിർജീവ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, വ്യാഴ ബുധ ശത്രുത സൂര്യൻ, ശനി അല്ലെങ്കിൽ ചൊവ്വ, ബുധൻ പോലെയുള്ള കടുത്ത ശത്രുതയല്ല. ഇത് വിയോജിപ്പിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ മാത്രം ശത്രുതയാണ്. അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ശത്രുരാശിയിൽ പോലും ഇതിന് ചില നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നു. മകരം, കുംഭം എന്നിവയിലെ പോലെ ഇത് പൂർണ്ണമായും ബുദ്ധിമുട്ടുള്ളതോ നിയന്ത്രണാത്മകമോ ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും കൂട്ടായ സ്വാധീനം അനുസരിച്ചാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രഹം ഏതെങ്കിലും രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് നിങ്ങളെ രാജാവോ ഭിക്ഷക്കാരനോ ആക്കുകയില്ല. എന്നാൽ ഈ ഒരു ഗ്രഹത്തിൻ്റെ സംക്രമണം, അതായത് വ്യാഴത്തിൻ്റെ സംക്രമണം, തീർച്ചയായും കൂട്ടായ സ്വാധീനത്തിൽ അതിൻ്റേതായ പങ്ക് വഹിക്കുന്നതാണ്. വ്യാഴം എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലുതും വിശാലവും ശുഭ്രവുമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം ഏകദേശം 13 മാസം നീണ്ടു നിൽക്കുന്നതാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവയുടെ മറ്റ് സംക്രമണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ നീണ്ട ഒരു സമയമാണ്. അതിനാൽ വ്യാഴം പോലുള്ള ഒരു വലിയ ഗ്രഹം ഒരു വർഷത്തേക്ക് ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ
അത് മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും പൊതുവെ എല്ലാ ഭൂവിഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലും മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് മനുഷ്യജീവിതത്തിൽ നക്ഷത്രങ്ങളിലൂടെയുള്ള സ്വാധീനത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഈ വർഷത്തെ മേടസംക്രമം ഞായറാഴ്ചയും വിഷു തുലാക്കൂറിലെ ചോതി നക്ഷത്രത്തിൽ തിങ്കളാഴ്ചയും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയിൽ വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കുംഭം രാശ്യോദയ സമയവും വരാഹകരണത്തിൽ മേടവിഷു സംക്രമവും കൂടാതെ വ്യാഴത്തിൻ്റെ മഹാസംക്രമണവും പരിഗണിക്കുകയാണെങ്കിൽ അഗ്നിഭയം, യുദ്ധം, ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യവും ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശവും യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ നാം 2025 ഏപ്രിൽ 3 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വിഷുഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ വിഷുഫലം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നത് നന്നായിരിക്കും. വ്യാഴത്തിൻ്റെ നിലവിലുള്ള സ്ഥാനം എടവത്തിലാണ്, എടവം രാശിയിലാണ്. വ്യാഴത്തിൻ്റെ സംക്രമണ കാലയളവ് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വ്യാഴം 2025 മെയ് 14 മിഥുന രാശിയിൽ പ്രവേശിക്കുകയും 2025 ഒക്ടോബർ 18 വരെ അവിടെ തുടരുകയും ചെയ്യും. തുടർന്ന് അത് കർക്കിടകത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് 2025 ഡിസംബർ 5 വീണ്ടും മിഥുന രാശിയിൽ തിരിച്ചെത്തി 2026 ജൂൺ 2 വരെ അവിടെ തുടരുന്നതാണ്. വ്യാഴം മിഥുന രാശിയിലേക്കാണ് സംക്രമം നടത്തുന്നതെങ്കിൽ ഈ വലിയ ഗുരുസ്ഥാനത്തുള്ള ഗ്രഹത്തിൻ്റെ സ്വാധീനം എല്ലാ രാശികളിലുമുള്ള നക്ഷത്രജാതരെയും സമസ്ത ജീവജാലങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നുവെന്ന് പറയാം. വ്യാഴത്തിൻ്റെ വക്രഗതി കാലയളവ്, അതായത് പ്രതിലോമ കാലയളവ് 2025 നവംബർ 11 മുതൽ 2026 മാർച്ച് 11 വരെ ആകുന്നു. അതായത് വ്യാഴം കർക്കിടകത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാത്രമേ പിന്നോട്ട് പോകൂ. ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഒരു സങ്കല്പമാണ് എന്നുള്ളത് ഒന്ന് ഓർക്കേണ്ടതാണ്. അതായത് ഈ സമയത്ത് വ്യാഴം ഭൂമിയോട് അടുത്തായിരിക്കും. അതിനാൽ ഇനി പറയുന്ന ഫലങ്ങൾ ഈ സമയത്ത് കൂടുതൽ തീവ്രതയോടെ അനുഭവപ്പെടുന്നതാണ്. വ്യാഴം വിശ്വാസ വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമായതിനാൽ നമ്മുടെ വിശ്വാസ വ്യവസ്ഥയെയോ പഠിപ്പിക്കലുകളെയോ അതുമല്ലെങ്കിൽ ഗുരുനാഥന്മാരെക്കുറിച്ചോ നാം ചിന്തിക്കേണ്ട സമയമാണ്. മിഥുനത്തിൽ വ്യാഴം ശത്രുസ്ഥാനത്താണ്. അതായത് വ്യാഴവും മിഥുനവും കർത്താവും ബുധൻ ഇരുവരുടെയും ശത്രുവുമാണ്. എന്നാൽ ശത്രുവാണെങ്കിലും വ്യാഴം മിഥുനം ബുധൻ കൂട്ടുകെട്ടിലൂടെ അധ്യാപനം, അറിവ്, നേട്ടവും അറിവ് പങ്കിടലും കൂടാതെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലും ഉന്നമനത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നേട്ടത്തിനും അറിവ് പങ്കിടലിനും ഈ സംക്രമണ സമയം വളരെ മികച്ചതാണ്. അവരവരുടെ ആവശ്യപ്രകാരവും താല്പര്യപ്രകാരവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത് ഉദാഹരണമായെടുക്കാം. ചുരുക്കത്തിൽ മിഥുനത്തിൽ വ്യാഴത്തിന് ആളുകളെ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഉള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയാം. വ്യാഴ സംക്രമണ സമയത്ത് കൂടുതൽ യാത്രകളും യാത്രാനുഭവ ഫലങ്ങളും സിദ്ധിക്കുന്നതുമാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലേക്കുള്ള സംക്രമണ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയവിനിമയവും വിവരഫലവും വളരെ ഉയർന്നതായിരിക്കുമെങ്കിലും വിവരപ്രവാഹം വളരെയധികം വേഗത്തിലുള്ളതായിരിക്കും. ഏത് വിവരങ്ങളെ വേണമെങ്കിലും വിശ്വസിക്കുകയും നിരസിക്കുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഏത് വിവരങ്ങളാണ് സ്വീകരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഏതാണ് നിരസിക്കേണ്ടത് അഥവാ തള്ളിക്കളയേണ്ടത് എന്നെല്ലാം വളരെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സംക്രമണകാലം മുഴുവൻ ഈ കാര്യങ്ങൾ മനസ്സിലോർക്കുന്നത്
അതിനനുസരിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടത്, ഇതെല്ലാം വളരെ അഭിലഷണീയമായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദശകൾ. എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ വ്യാഴദശയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ മഹാസംക്രമണം നിങ്ങളിൽ വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. മറ്റുള്ളവർക്ക് അത് ചെയ്യില്ലെന്ന് ഇതിനർത്ഥമില്ല. ഏകദേശം 13 മാസത്തെ സമയം എല്ലാവർക്കും തന്നെ ചില ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകാൻ മതിയായ സമയമാണ്. വ്യാഴം ഓരോ രാശിയിലൂടെ കടന്നു പോകുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളെയും സ്വാധീനിക്കുന്നു. ഫലം നമുക്ക് അതാത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവും ജ്ഞാനവും നൽകുന്നു. വ്യാഴം ഗുരുവാണ്. നമ്മെ ജീവിതാനുഭവങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാപ്തരാക്കുന്നു. ഈ വ്യാഴ സംക്രമണത്തിൽ വ്യാഴം മാത്രമല്ല സംക്രമണം ചെയ്യുന്നത്. മെയ് 12 മുതൽ നവഗ്രഹങ്ങളിൽ പല ഗ്രഹങ്ങൾക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലയളവിൽ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായും മാറ്റം സംഭവിക്കുന്നത്. മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു. മെയ് 15 സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു. ഇതേ സമയം രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം എന്നീ രാശികളിലേക്ക് മാറുന്നു. ഈ ഗ്രഹങ്ങളുടെ കൂട്ടായ മാറ്റം എല്ലാ രാശിക്കാർക്കും ആ രാശികളിലുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും അനേകം ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ചില രാശിക്കാർക്ക് തുലോം വളരെയധികം ഗുണഫലമായ മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ത്രേതായുഗ രാശിയിൽ നിന്നും ദ്വാപരയുഗ രാശിയിലേക്കുള്ള പ്രവേശനം സംഹാര രാശിയായി മിഥുനത്തിൽ വരുന്നു. ശനി തുലാം രാശിയിൽ കൂടെ രാഹുവും വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുന്നു. നവഗ്രഹങ്ങളിൽ വലുതും സ്ഫടിക സാദൃശ്യവുമായ വ്യാഴത്തിൻ്റെ സ്ഥാനചലനം ഭൂമിയിലെ സമസ്ത ചരാചരങ്ങളിലും വിശിഷ്ടമായി മനുഷ്യജീവിതത്തിലും സുഖദുഃഖങ്ങൾ നൽകുന്നു. ഗുരു എല്ലാ ദോഷങ്ങളും പരിഹരിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രവചനം. ഗുരു എന്നാൽ വ്യാഴം. ലക്ഷം ദോഷാ ഗുരോഹന്തി എന്നാണ് പ്രമാണം. ജനനായകനായ ഗുരു നിലനിൽപ്പിന് ആധാരമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നു. ആഹാരത്തെ ഊർജമാക്കുന്ന വയറിൻ്റെ 5ാം ഭാവകാരക ഗ്രഹമാണ് വ്യാഴൻ. ആദിത്യനാണ് സ്വക്ഷേത്ര ബലവാനെങ്കിലും പ്രവർത്തനക്ഷമതയിൽ ന്യൂനത വരുമ്പോൾ ഗുരു സംഹാരകനായി മാറുന്നു. ചുരുക്കത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾക്ക് ബലഹീനത സംഭവിച്ചാലും ഗുരുബലമുണ്ടെങ്കിൽ ശുഭഫലം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ജാതകത്തിൽ ധനഭാവം, സന്താനഭാവം, ഭാഗ്യഭാവം, ലാഭഭാവം, കർമ്മഭാവം എന്നിവയുടെ കാരകത്വം ഗുരുവിനാണ്. കാലപുരുഷൻ്റെ ഭാഗ്യഭാവവും വ്യയഭാവവും ഗുരുവിനാണ്. ഒരാളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഗുരുവിന് കഴിയും. ശനി ഇപ്പോൾ തുലാം രാശിയിൽ രാഹുവിനോട് ചേർന്ന് ന്യായാധിപനെപ്പോലെ കള്ളത്തിന് കൂട്ടുനിൽക്കാതെ അധർമ്മികളിൽ അധർമ്മികളെ ശിക്ഷിക്കുന്നു. ശനി സാവകാശം ഉപദ്രവിക്കുമെങ്കിലും വ്യാഴം പെട്ടെന്ന് നീതി നടപ്പാക്കുന്നു. അതാണ് ഗുരു. ഗുരു ശനി രാഹുബന്ധം ആയതിനാൽ വ്യാഴത്തിൻ്റെ ഫലനഷ്ടം രോഗപ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്നു. തെറ്റായ തീരുമാനങ്ങളെടുത്ത് കർമ്മപഥത്തിലെത്തും. താൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും ശരിയെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കും. കരൾ രോഗം, പ്രമേഹം, ഓജക്ഷയം തുടങ്ങിയ രോഗമുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുന്നതായി കാണാം. കൂടാതെ വ്യാഴത്തിന് ബലമില്ലാത്തവർക്കും ഈ സമയത്ത് രോഗങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴവും കുജനും ഒരുമിച്ച് മിഥുനം രാശിയിൽ നിൽക്കുന്നത് വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കാം. വ്യാഴം ഈ മഹാസംക്രമണത്തിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി ചോതി നക്ഷത്രത്തിലും വിശാഖത്തിലുമായി സഞ്ചരിക്കുന്നു. രാഹു വിശാഖത്തിലാണ് സഞ്ചരിക്കുന്നത്. കേതു ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു യോഗമാണ്. പരസ്പരം ദൃഷ്ടി ചെയ്യുന്നവരാണ്. 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ഫലങ്ങൾ നൽകുന്ന ശനിയും രാഹുവും കേതുവും വ്യാഴവും മിഥുനൻ രാശിയിൽ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വ്യാഴ സംക്രമണം, വ്യാഴത്തിൻ്റെ മഹാമാറ്റം ജ്യോതിശാസ്ത്രപരമായി ഒരു മഹാസംക്രമണം തന്നെയാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്.
വ്യാഴം, സൂര്യൻ, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ഈ മഹാസംക്രമണം 12 രാശികളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെയും രാശികളെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. 2025 വ്യാഴത്തിൻ്റെ മഹാസംക്രമണം കന്നിരാശിക്കാരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് 10ാം ഭാവമാണ് കരിയർ, പ്രശസ്തി, അധികാരം എന്നിവ. വ്യാഴത്തിൻ്റെ വശങ്ങൾ 2ാം ഭാവത്തിൽ ധനകാര്യം, സംസാരം എന്നിവയും, 4ാം ഭാവം ഗാർഹിക ജീവിതം, 6ാം ഭാവം സേവനം, മത്സരം. ശ്രദ്ധ വേണ്ടുന്ന മണ്ഡലങ്ങൾ കരിയർ, തൊഴിൽ, പൊതുവായ പ്രതിച്ഛായ, സ്വാധീനം, സ്ഥാനക്കയറ്റങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് വികാസം എന്നിവ. സമഗ്രതയോടും വിനയത്തോടും കൂടി നയിക്കേണ്ട സമയമാണ്. എന്നാൽ അമിതമായ അധ്വാനഭാരം ഒഴിവാക്കുക. കരിയറിലും ബിസിനസ്സിലും എന്താണെന്ന് നോക്കാം. കരിയർ മുകളിലേക്ക് വളരുന്നു. അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ, വിജയങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ധനകാര്യം ആധികാരിക സ്ഥാനങ്ങളിലൂടെ വരുമാനത്തിൽ ഉയർച്ച കാണുന്നു. ദീർഘകാല സ്ഥിരതയ്ക്കായി അക്ഷീണ പ്രയത്നം ചെയ്യുന്നതാണ്. ഇനി ആരോഗ്യം, സ്വഭാവ വ്യതിയാനങ്ങളും നിങ്ങളുടെ ഭാവപ്രശ്നങ്ങളും നിയന്ത്രിക്കുക. പതിവ് വ്യായാമം ആവശ്യമാണ്. വ്യക്തിജീവിതത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ജോലി ജീവിത സന്തുലിതാവസ്ഥ പ്രധാനമാണ്. പങ്കാളികൾക്ക് കൂടുതൽ സാധ്യത കാണുന്നു, ബിസിനസ്സിലാണെങ്കിലും മറ്റ് കർമ്മമണ്ഡലങ്ങളിലായാലും. കരിയർ അവസരങ്ങൾ വർദ്ധിക്കുകയും നിങ്ങളുടെ പൊതുപ്രതിച്ഛായ ശക്തിപ്പെടുകയും ചെയ്യുന്നു. പ്രൊഫഷണൽ ജീവിതത്തിൽ ധാർമ്മികമായ ജോലി രീതികളെയും അതുപോലെ തന്നെ ആത്മീയ ഇടപെടലിനെയും വ്യാഴം പ്രോത്സാഹിപ്പിക്കുന്നു. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചേക്കാം. സ്വത്ത്, വാഹനകാര്യങ്ങൾ അനുകൂലമായി പരിഹരിക്കപ്പെടും. നേതൃത്വപരമായ റോളുകളിലും അംഗീകാരത്തിലും പോസിറ്റീവ് ആയ പ്രഭാവം ഉണ്ടാവുന്നതാണ്. കന്നിരാശിയുടെ 10ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം. അതിനാൽ കരിയർ, സാമൂഹിക പദവി എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും എല്ലാം ശുഭകരമായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കരിയറിൽ അനുസ്യൂതമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഗുരു അതായത് വ്യാഴം 9 നിന്ന് 10 വരുന്നതും 4ഉം 7ഉം ഭാവാധിപനായ വ്യാഴൻ കർമ്മസ്ഥാനത്ത് വരുന്നതും 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ്. കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾ ഉണ്ടാവും. ഭാഗ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. ഇതിനാൽ തന്നെ ശത്രുദോഷം ഉണ്ടായേക്കാം. കലിയുഗത്തിൻ്റെയും കൃതയുഗത്തിൻ്റെയും അധിപനായ ഗുരു അതായത് വ്യാഴം ദ്വാപര യുഗരാശിയിൽ വരുന്നത് വളരെ നല്ലതാണ്. കൂടാതെ വ്യാഴത്തിന് 2, 4, 6 എന്നീ രാശികളിൽ ദൃഷ്ടിയുമുണ്ട്. ദ്വാപര യുഗരാശിയിൽ നിൽക്കുന്ന ശനി, രാഹു, മേടം രാശിയിൽ നിൽക്കുന്ന കേതു ഇവർ എല്ലാ ദോഷങ്ങളും മാറ്റി നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇനി വിശദമായി ജോലിക്കാരാണെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം പിടിച്ചുപറ്റും. വിവാഹകാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കുന്നതാണ്. ജീവിത ആഡംബരങ്ങൾക്ക് പണം കൂടുതൽ ചിലവഴിക്കുന്നതായി കാണുന്നു. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും. സൽകീർത്തി, വിദേശയാത്ര എന്നിവ പ്രാപ്തമാണെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അവിഹിത മാർഗങ്ങളിലൂടെ ധനസമ്പാദനം, സദാചാര വിരുദ്ധ ജീവിതം, ഇണയുമായി കാണുന്ന പിണക്കം, വാതകോപം, നേത്രരോഗം പിടിപെടൽ എന്നിവ കാണുന്നതിനാൽ ജാഗ്രത അഭിലഷണീയമാണ്. എന്നാൽ ആത്മാഭിമാനത്തിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിക്കുന്നതിൽ നിന്നും ആദരവ് ലഭിക്കുകയും സന്മനസ്സുള്ളവരുമായുള്ള സഹവാസത്താൽ സൽചിന്തകൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി നയതന്ത്രങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കും. നിങ്ങൾക്കുള്ള ജന്മസഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകുന്നതാണ്. നിലവിലുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തി ഗൃഹം വാങ്ങുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. ജോലിക്കാർക്ക് തങ്ങളുടെ
അധ്വാനഭാരത്താൽ പലപ്പോഴും അവധിയെടുക്കുവാൻ ഇടവരുന്നതായി കാണാം. ഗൃഹത്തിൽ ഉത്സാഹപ്രതീതി അനുഭവപ്പെടുന്നതാണ്. എന്നാൽ കുടുംബാംഗങ്ങൾക്ക് പകർച്ചവ്യാധിയോ സാംക്രമിക രോഗമോ പിടിപെടാനുള്ള സാധ്യത കാണുന്നതിനാൽ ജാഗ്രത അഭികാമ്യമാണ്. കൂടാതെ വാഹനം ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുന്നതും ഈ വ്യാഴ സംക്രമണ കാലത്ത് നന്ന്. ദശമേ ദാരികാവധം എന്ന വാക്യമനുസരിച്ച് ദാരികന് വധം സംഭവിച്ചത് ഈ സമയത്താണ്. അതുപോലെ വിശിഷ്ട ശനിയും രാഹുവും കേതുവും പ്രതികൂലമായി സഞ്ചരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ആരോഗ്യത്തിലും വളരെ സൂക്ഷ്മമായ ശ്രദ്ധ വേണ്ടുന്ന സമയമാണെന്ന് പറയാം. നിങ്ങൾക്ക് വളരെ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിറവേറുന്നതായി കാണാം. പുതിയ ഗൃഹം ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ബിസിനസ് നടത്തുന്നവർ, സ്വയം തൊഴിൽ, രാഷ്ട്രീയക്കാർ എന്നിവർ സ്വന്തം ആശയങ്ങളെ വിപുലീകരിച്ച് പ്രവർത്തന വിജയം നേടുന്നതായി കാണുന്നു. ജോലിക്കാർ സഹപ്രവർത്തകരുടെ സഹായത്തോടെ മികച്ച നേട്ടം കൈവരിക്കുന്നു. കലാകായിക മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ്. കിടപ്പു രോഗികൾക്കും ഗൃഹത്തിലുള്ള വാർദ്ധക്യാവസ്ഥയിലുള്ളവർക്കും രോഗശമനമുണ്ടാകുന്ന സമയമാണ്. കല, സാഹിത്യം, സിനിമ എന്നീ കർമ്മരംഗങ്ങളിലുള്ളവർക്ക് സാമ്പത്തിക കാര്യങ്ങൾ പുഷ്ടിപ്പെടുന്നു. അവിവാഹിതർക്കാണെങ്കിൽ ഉത്തമമായ വിവാഹാലോചനകൾ കൈവരുന്നു. സഹോദര ഗുണം വർദ്ധിക്കുന്നതാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രജാതർക്ക് പൊതുവെ കുടുംബരംഗം സമാധാനപരവും സന്തോഷം നിറഞ്ഞതുമാണ്. വ്യാഴ സംക്രമണ കാലയളവിൽ നിങ്ങൾക്ക് വ്യവഹാരങ്ങളിൽ, കേസുകളിൽ ഏർപ്പെടാനുള്ള യോഗമുള്ളതിനാൽ മറ്റുള്ളവരുമായുള്ള തർക്കങ്ങളിൽ നിന്നും അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഓർത്തു വയ്ക്കുക. ഓഹരി, ഷെയർ, ഊഹക്കച്ചവടം തുടങ്ങിയവയിൽ വിജയിക്കുന്ന സമയമാണ്. പുസ്തകങ്ങൾക്കും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾക്കും ബന്ധപ്പെട്ട ഔഷധങ്ങൾക്കുമായി ധാരാളം പണം ചിലവഴിക്കേണ്ടി വരുന്നതായി കാണുന്നുണ്ട്. വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാനുള്ള അവസരങ്ങൾ കൈവരുന്നു. വ്യവഹാരങ്ങളിൽ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറി അനുകൂല വിധി സമ്പാദിക്കുന്നതായി കാണുന്നു. നിലവിലുള്ള പ്രേമബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകാം. ഭൃത്യജനങ്ങളുടെ സഹായ സഹകരണം കാർഷിക രംഗത്തുള്ളവർക്കും വ്യവസായം നടത്തുന്നവർക്കും ആധുനിക യന്ത്രസാമഗ്രികളുടെ ലബ്ധി, കൂടാതെ ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ എന്നിവയും കാണുന്നുണ്ട്. വ്യാഴം 10ാം ഭാവത്തിൽ വരുമ്പോൾ കരിയർ, അംഗീകാരം, ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള അവസരങ്ങൾ വരുന്നു. ജോലിസ്ഥലത്തും മറ്റു കർമ്മമണ്ഡലങ്ങളിലും നല്ല അംഗീകാരം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ അധികാരപ്രാപ്തിയും കാണുന്നു. കരിയർ, ബിസിനസ് എന്നിവ വിപുലീകരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവർ അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ അവരവരുടെ കർമ്മ മണ്ഡലങ്ങളിൽ നിങ്ങളെ അധ്യാപകനോ ഗുരുതുല്യനോ ആയി കാണാം. വിജ്ഞാനത്തിൻ്റെ, അതായത് അറിവിൻ്റെ പങ്കിടലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ജോലി നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം. കൂടാതെ പിന്നീട് നിങ്ങളുടെ കരിയറിൽ സഹായിക്കുന്ന തുടർ വിദ്യാഭ്യാസത്തിനോ ഉപരിപഠനത്തിനോ പോകുവാൻ സാധിക്കുന്നതാണ്. കരിയറിൽ നിന്ന് വരുന്ന പണവും പ്രശസ്തിയും കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നുള്ള വിവിധ നേട്ടങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവയും കാണുന്നു. എന്നാൽ പിതൃ ദുരിതങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ വ്യാഴ സംക്രമണ കാലയളവിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളിലും തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗുണം ചെയ്യുന്ന യാത്രകളോ കർമ്മമണ്ഡലങ്ങളുടെ മാറ്റമോ അസ്വസ്ഥതകളോ എല്ലാം ഉണ്ടാകാവുന്നതാണ്. അതിനാൽ അതിലൊന്നും തന്നെ മനസ്സ് പതറാതെ ഈശ്വരചിന്തയോടെ ലക്ഷ്യബോധത്തോടെയുള്ള ജീവിത സമീപനം സമാധാനത്തിലേക്കും ജീവിത വിജയത്തിലേക്കും നിങ്ങളെ എത്തിക്കുന്നു. വ്യാഴ സംക്രമണ കാലയളവിൽ വ്യാഴപ്രീതികരങ്ങളായ കാര്യങ്ങൾ നടത്തുന്നത് ഗുണഫലാർഹം തന്നെയാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര നക്ഷത്രജാതർ ഈ കാലയളവിൽ മഹാവിഷ്ണു ഭജനവും സാധ്യമായ വഴിപാടുകളും നടത്തുന്നതും കഴിയുന്നതും വ്യാഴാഴ്ചകളിലോ അവരവരുടെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ തന്നെയോ
മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി മഹാവിഷ്ണുവിന് ത്രിമധുരം വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. കൂടാതെ ജാതിമത ഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള ആരാധനാലയങ്ങൾ സന്ദർശിച്ച് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ദാനാദിധർമ്മങ്ങൾ നടത്തുന്നതും നിങ്ങൾക്കുള്ള ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ഗുണഫലങ്ങൾ പ്രാപ്തമാകുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.